ഈ പറയുന്ന ആദില നൂർ അത്ര നല്ലതൊന്നുമല്ല. അവർ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ പ്രായത്തിനും അവരുടെ ചെറുപ്പത്തിനും ഒക്കെ മോശം വരുന്ന രീതിയിലുള്ള ഭാഷകളും ഗെയിമുകളാണ് അവരവിടെ കളിക്കുന്നത്. ഇവൻ ആൾക്കാരെ ക്യാരക്ടർ, ഇപ്പം ആദില നൂറുടെ കമ്മ്യൂണിറ്റിയെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ ലക്ഷ്മി എന്തെല്ലാം പറഞ്ഞു നാട്ടുകാർ. ആദില നൂർ എത്ര പേരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യേണ്ടവിട്ടുണ്ട്. വളരെ മോശം. ഒരു പക്ഷേ നമ്മൾ മലയാളം നിഘണ്ടു കേൾക്കാത്ത ഭാഷകൾ വരെ ആദില അതിനകത്ത് ഉപയോഗിക്കും. ഞാനും ആദിലും കൂടെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ അറ്റാക്ക് ചെയ്യും. നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്യാരക്ടർ, ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്ന് അവർ ആരോപിക്കും. അപ്പോൾ അതൊന്നും ഒരിക്കലും നമുക്കത് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അനുമോൾ എന്താണ് കാണിക്കുന്നത്? അവർ അവിടെ കാലുകുത്തി, എല്ലാവരും ചോദിക്കുക എന്തിനാണ് അനുമോളെ എല്ലാവരും ഇറങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അനുമോൾ കാല് കുത്തിയപ്പോൾ തൊട്ട് അവിടെ അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്, അതായത് നാടക അഭിനയം. അവർ സീരിയൽ ആക്ട്രസ് ആയിരിക്കാം, അവർ കോമഡി ആക്ട്രസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് അവരെ കാണിക്കുന്നത്. അതിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? അവിടെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസിനാണ് ഏണ്ട പണി കിട്ടിയെന്ന് ഞാൻ പറയും. അവർ 25 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 12 പേര് മാത്രമേ ഉള്ളൂ ബ്രില്യൻ്റ് ആയിട്ട് മനസ്സിലാവും. അവരൊക്കെ പുറത്തുപോയി. ബാക്കി നിൽക്കുന്ന കുറേ എണ്ണം മരവാടകളാണ്. ഇപ്പോൾ തന്നെ അസേ ഒരു വ്യൂവർ എന്ന നിലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റടിക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്ര നല്ല കണ്ടസ്റ്റൻ്റ് ആണ് 5 ടോപ്പ് 5 നിൽക്കുന്നത്? ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റൻ്റ് ഉണ്ട് ഇപ്രാവശ്യം സീസണിൽ?